ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഹദീസുകളെ കണക്ട് ചെയ്യുമ്പോൾ മറ്റൊരുപാട് ഏരിയകളും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് നമ്മൾ പേഴ്സണലി ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഫ്രണ്ട്സാണ്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി. അപ്പോൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ, അതിലൊരു റെവല്യൂഷൻ ഇങ്ങനെ പറയും. സോഷ്യൽ മീഡിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ അല്ല, അതൊരർത്ഥത്തിൽ ഫ്രണ്ട്ഷിപ്പ് റെവല്യൂഷനും കൂടിയാണ്. ബന്ധങ്ങൾ തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഭയാനകമായ മാറ്റമാണ്. നമ്മളെ കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് കൊടുത്ത് ബന്ധമുള്ള, കമന്റ് അടിച്ച് ബന്ധമുള്ള, സ്റ്റോറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ള, പലപ്പോഴും ഒപ്പം ജീവിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ബന്ധമായിരിക്കും അവരോട്. റീൽസ് ഷെയർ ചെയ്യുന്ന മൂന്നാമത്തെ നമ്മളെ ഷെയർ ലിസ്റ്റിലെ മൂന്നാമത്തെ ആള് പൊട്ടാൻ എന്നത് പറയുന്നത് പോലെ നമ്മളെ ആ ലിസ്റ്റിൽ ആരാണ് മുൻപിലുള്ളത് അത് നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്ന, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഇന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഏറ്റവും ബേസിക് സാധനമാണ്. ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ ദീനിലാണ്. ദീനിൽ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം, ഏതൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അവന്റെ ഫ്രണ്ടിനെ നമ്മൾ നിരീക്ഷിച്ചാൽ അവന് നമുക്ക് മനസ്സിലാകും. ഒരു പക്ഷേ അത് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫ്രണ്ട്സ് ആരാണ്, നമ്മൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ അറിയാതെ ഫോളോ ചെയ്യുന്നൊന്നുമല്ലല്ലോ. നമ്മളൊരാളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ, നമുക്ക് അതിൻ്റെതായ താല്പര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഒരാളെ സോഷ്യൽ മീഡിയ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഫീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ട്രേറ്റ്സുകൾ അതിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും എന്താ പറയുക ഒക്കേഷണലി വരുന്നതല്ല, അത് അങ്ങനെ തന്നെ ഉള്ളതാണ്, അവൻ്റെ സ്വഭാവത്തിലുള്ളതായിരിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മളെ ഫീഡിലേക്ക് ഒരു 15 വട്ടം ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ ഓ നമ്മളെ ക്ലോസ് ഫ്രണ്ട് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കി, അതായത് ആരൊക്കെയാണ് ആ ഫോളോ ചെയ്യുന്നത്, ആ ഫോളോ ചെയ്യുന്ന ആരാന്നുള്ളത് ഭയങ്കര ഇറ്റ് മാറ്റേഴ്സ്. കാരണം അത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്ത് ഒരു വാല്യൂ ഇല്ലാത്തൊരു മനുഷ്യൻ, ഞാൻ അങ്ങനെ സബ്ജക്റ്റീവായിട്ട് അതൊക്കെ പറയുന്നിട്ടാ, ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് എനിക്ക് വാല്യൂ ഇല്ലയെന്ന് ഫീൽ ചെയ്യുന്ന ആൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫിൽട്ടർ ചെയ്യും. എന്താ ജസ്റ്റ് നമ്മൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറക്കാനല്ല, ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അതായത് എന്നെ കുറേ ആൾക്കാർ ഫോളോ ചെയ്യണം, ഞാൻ ഫോളോയും കുറച്ച് ആൾക്കാരെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഭയങ്കര തോന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആവശ്യമില്ലാന്ന് തോന്നുന്ന ആളുകളെ റൂട്ട്ലെസ്ലി നമ്മൾ അവിടെ അൺഫോളോ ചെയ്യണം, അല്ലെങ്കിൽ മ്യൂട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലവരെ അൺഫോളോ ചെയ്യാൻ പറ്റൂല, പക്ഷെ അയാൾ ഇടുന്ന സ്റ്റോറീസ് ആകട്ടെ, അയാൾ ഇടുന്ന പോസ്റ്റുകളാകട്ടെ നമ്മളറിയാത്ത കോലത്തിൽ നമ്മൾ ചിലപ്പോൾ സ്വാധീനിക്കുന്നുണ്ടാവും, നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മ്യൂട്ട് ചെയ്യുക. അയാളെ അൺഫോളോ അടിച്ചു കഴിഞ്ഞാൽ അയാൾ അറിഞ്ഞ് ആ ബന്ധം വഷളാവും എന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മൂവ് എന്താ മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ സാഹിബുൻ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് പോഡ്കാസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സംഭവമാണ്, അതാണ് ഈ കൂട്ടുകെട്ട്, അതാണ് ഇതൊക്കെ പറയുന്നത്. ഇമ്മായിലൽ ജന്ന വ ഇമ്മായിലൻ നാർ, ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ സുഹൃത്തുക്കളെ നയിക്കും. ഖുർആൻ നമ്മളെ നയിക്കും, എത്തിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സും പലപ്പോഴും ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടാളിയായിട്ട് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഒരു കൂട്ടാളിയായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാത്ത കുറേ ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ തോന്നും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്നും കാണുന്ന സ്റ്റോറിയൊക്കെ കാണുന്ന ആൾ, പക്ഷേങ്കിൽ ആൾക്ക് നമ്മൾ ഇങ്ങോട്ട് അറിയണ്ടാവില്ല, ഓരെന്നും നമ്മൾ കാണുന്നുണ്ടാവും, ഓരോ സ്റ്റോറീസ് കാണുന്നുണ്ടാവും, ഓരോ റീല് കാണുന്നുണ്ടാവും, ഓരോ വീട്ടിൽ എന്താ നടക്കുന്നത് പോലെ നമുക്ക് അറിയായിരിക്കും. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഹനാൻഷൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ പോലെയാണ്. ഇപ്പം വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ സിസ്റ്ററും സംസാരിക്കുമ്പോൾ ഹനാൻഷനെ പറ്റി പറയുമ്പോൾ ഹനാൻഷ നമ്മളെ വീട്ടിലുള്ള പോലെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അപ്പം ഇതെന്താണ് നമുക്കറിയാം, ഓർക്ക് നമ്മൾ അറിയുകൂടി ഉണ്ടാവില്ല, പക്ഷെ ഓരോ എല്ലാ കാര്യവും നമുക്ക് അറിയുണ്ടാവും. ആ ഒരു ബന്ധം നമ്മൾ ഒരു എന്തെല്ലാം വെച്ചിട്ട് അതിലൊരു ഭയങ്കര നമ്മളെ ഒരു മണാലിയിലൊക്കെ ട്രിപ്പ് പോകുന്ന ഒരാളില്ലേ, നമ്മളെ എന്തെങ്കിലും പേര് വിളിച്ചോണേ, ട്രിപ്പ് പാക്കേജ് കൊണ്ടുപോകുന്നൊരു വാഴക്കാട് നമ്മളെ ഒരു ഷോപ്പൊക്കെ നടത്തുന്ന, നാടൻ ചായ ഒക്കെ നടത്തുന്ന മാനിയ. മാനിയ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്താ നമ്മൾ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ റീൽസ് ഒക്കെ ആയിട്ടോ ഏതെങ്കിലുമൊക്കെ റീലൊക്കെ ഇങ്ങനെ കാണും. ഒരിക്കലും ജമാ മസ്ജിദിൽ നിന്ന് മാനിയ ഇങ്ങനെ നടന്നിട്ട് കയ്യെടുത്ത് ഒക്കെ നമ്മള് പരിചയക്കാരാണ്. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത്, അതായത് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ടൈപ്പ്, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഐഡിയ ഇറ്റ് സെൽഫ് ഭയങ്കരമായിട്ട് മാറിയാണ്. ഇപ്പോൾ ഉള്ളതൊരു നമുക്ക് ഒരാളെ അറിയാന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഇല്യൂഷനാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു കൂട്ടുകാരെന്ന് പറയുന്നത് എന്താ, അങ്ങോട്ടും അറിയാം കാലങ്ങൾ തമ്മിലുണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പും ബന്ധമൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞ കാലങ്ങളിൽ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി, അയാളെ ജസ്റ്റ് കുറച്ച് നേരം ബുക്ക് ചെയ്താൽ മതി, അയാളുടെ സ്റ്റോറീസ്, അയാളുടെ പോസ്റ്റുകൾ ആരൊക്കെയാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പം മ്യൂച്വൽ ഫ്രണ്ട്സ് ഒരു 5 മിനിറ്റിൽ നമുക്ക് ഒരാളെക്കുറിച്ച് ഒരുപാട്, അയാളുടെ ഫാമിലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും.
അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇല്യൂഷൻ സംഭവിക്കുകയാണ്. ഓക്കെ എനിക്ക് ഇയാളെ അറിയാം. പക്ഷെ നമ്മൾ ഈ സ്വഹാബത്തിൻ്റെ ഇതൊക്കെ എടുത്ത ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവമല്ലേ, അതായത് നിങ്ങൾ ഒരാളെ അറിയണം എന്നുണ്ടെങ്കിൽ 4 സംഗതികൾ സംഭവിക്കണം. അതായത് 1 അയാളുടെ കൂടെ യാത്ര ചെയ്യുക, 2 അയാളുടെ കൂടെ ഒരു കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുക, ബിസിനസ് ചെയ്യുക, 3 അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, 4 അയാളുടെ കൂടെ ഒരു രാത്രി സ്പെൻഡ് ചെയ്യുക. ഇത് 4 ഉണ്ടെങ്കിൽ അയാൾ വളരെ ജെന്യൂനായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അയാൾ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഒരാളെ കൂടുതൽ അറിയാൻ കഴിയും. അയാളെ കൂട്ടുകാരനാക്കണോ അതോ ഇതോടുകൂടി സലാം പറഞ്ഞ് പിരിയണോ എന്നൊക്കെ നമുക്ക് തിരിയാൻ കഴിയും. അപ്പോൾ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വളരെ പെട്ടെന്ന് മാറി. ഇന്ന് അതിന്റെ പ്ലസ് സോഷ്യൽ മീഡിയ നോക്കിയാലേ സ്റ്റോക്ക് ചെയ്താൽ മതി കുറച്ച്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താ, അതും ഒരു സ്വന്തം നിലക്ക് പ്രസന്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണല്ലോ. ഹൈലൈറ്റ്സ് മാത്രമേ പ്രസന്റ് ചെയ്യൂ. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്റെ ഫീഡ് എടുത്ത് നോക്കിയാൽ വളരെ ഹാപ്പി, വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കൂടെ യാത്ര ചെയ്യാനൊക്കെ എന്തൊക്കെ പറയാം ആൾക്കാർ. അത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. അതായത് സോഷ്യൽ മീഡിയ ഒന്നോട് കൂടിയിട്ട് ഈ മൊത്തം ഐഡിയ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇറ്റ്സെൽഫ് മാറിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ അനാൻഷാൻ്റെ സംഭവം വന്ന പോലെ ഇപ്പോൾ ഈ പറഞ്ഞ മനീൻ്റെ സംഭവം പോലെ തന്നെയാണ് 1 വേ ഫ്രണ്ട്ഷിപ്സുകൾ കൂടി. അപ്പോൾ നമുക്ക് പേഴ്സണലി ഉണ്ടാകുന്ന അനുഭവമാണ്. പലയിടത്തുനിന്നും ആളുകൾ നമ്മളെ കാണും, എന്നിട്ട് കാണുമ്പോൾ കയ്യരുമ്പോൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത മനുഷ്യന്മാരായിരിക്കും, ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളെ കുറിച്ച് എല്ലാം അറിയാം. നമ്മളെ പോഡ്കാസ്റ്റ് എല്ലാ എപ്പിസോഡും കേൾക്കുന്ന ഒരാൾക്ക് നമ്മളെ വളരെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ലൈഫിൽ എല്ലാ ഇവൻസും അറിയില്ലെങ്കിൽ പോലും രണ്ടാമതാളേ അത് എല്ലാവർക്കും പലർക്കും അറിയാം. പക്ഷെ നമുക്ക് ഓരോ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടുന്നേലൊക്കെ ആൾക്കാർ കാണും, എന്നിട്ട് എന്താ അസ്സലാമലൈക്കും സുഖല്ലേ, ഒരിക്കൽ നമ്മളോട് പേര് വയ്ക്കൂല, അന്നെന്താ ഒരിക്കൽ നമ്മളറിയാം. നമുക്ക് ഓരോ പേര് വയ്ക്കണമല്ലോ, ഓരോ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഓരോ നമ്മളോട് കാലങ്ങളായിട്ട് ബന്ധമുള്ള പോലെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുക. അതൊരർത്ഥത്തിൽ നല്ലതും കൂടിയാണ്. അതൊരുപാട് സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തൊക്കെ അതിലൊരു കൾച്ചർ കൊണ്ട് ഭയങ്കര തരത്തിലുള്ള സൗഹൃദ ബന്ധം രൂപപ്പെടുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഒരു സ്ഥലത്ത് കൂടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഫോർമാലിറ്റീസ് ഒന്നും ആവശ്യമില്ല. ഒരു നോട്ട് ഇടുക, വാട്സപ്പ് ഒരു 300 ആളുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു, അവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നു, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു. അവിടെ എത്താനും അവിടെ സോഷ്യലി എൻഗേജ് ചെയ്യാനും അവിടെ ഒരു ഫോർമാലിറ്റി ഒരു ഗ്രൂപ്പാക്കി എടുക്കാനൊന്നും ഒരു പ്രയാസമില്ല. ഇപ്പോൾ അവിടെ വന്ന് ഓക്കെ നമ്മൾ വളരെ കൂടുതൽ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആളുകളെ പോലെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പ് കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ബന്ധത്തിന്റെ ആയം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് പണ്ട് ആരോ ഇങ്ങനെ പറഞ്ഞു, ആരാ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അതായത് പണ്ട് നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെ അടുത്ത ബന്ധക്കാരായിരിക്കും. അടുത്ത ബന്ധക്കാർ മീൻസ് നമ്മളെ അയൽവാസികൾ, നാട്ടിലുള്ളവരൊക്കെ ആയിരിക്കും, കസിൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ കൂട്ടുകാർ. പക്ഷെ ഇപ്പം നമ്മളെ കൂട്ടുകാർ നാട്ടിലൊരു മനുഷ്യൻ നമുക്ക് കൂട്ടുകാർ. എൻ്റെ പേഴ്സണലി എൻ്റെ അനുഭവമാണ്, എനിക്ക് നാട്ടിൽ കാര്യമായിട്ട് കൂട്ടുകാരൊന്നുമില്ല. എൻ്റെ കൂട്ടുകാർ മൊത്തം ജില്ലകൾ ഇന്റർ ജില്ലകളിലാണ് മൊത്തം കൂട്ടുകാർ. മൊത്തം റിലേഷൻഷിപ്പ് അങ്ങനെ ഭയങ്കര വൈഡായി. നമുക്ക് പണ്ടൊക്കെ നമുക്ക് വളരെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന കോലത്തിൽ ഒരു 3, 5, 10 ആളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഫ്രണ്ട്സായിട്ട്, 10, 300, 500, 1000 ആൾ ഫ്രണ്ട്സാളുണ്ട്. പക്ഷെ ഫ്രണ്ട്സിന്റെ ബാഹുല്യം കൊണ്ട് കൂടി പക്ഷെ നമുക്ക് എന്താടാ സുഖമാണോ അങ്ങനെ അടുത്തറിയാൻ കഴിയുന്ന ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അറിയാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഡിമിനിഷ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയില്ല. എന്നുവെച്ചാല് ഇപ്പം എല്ലാ കാലത്തും ഇപ്പൊ നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. നമുക്ക് കുറെ ആൾക്കാർ പരിചയം ഉണ്ടാവും. എന്നിട്ട് വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മളെ എന്താണ് ഇങ്ങനെയൊക്കെ സുഖവിവരങ്ങൾ അന്വേഷിക്കും, നമുക്ക് എന്താ പറ്റിയാൽ നമ്മളെ തേടി വരുന്ന ആൾക്കാർ ഇത് വളരെ കുറച്ച് മുമ്പായാലും ഇപ്പോഴും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും വൈഡായിട്ട് നമുക്ക് കുറേ ആൾക്കാർ കിട്ടി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളതിലാണ് ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് എനിക്കതിങ്ങനെ ഒരു സമയത്ത് ഫീൽ ചെയ്ത്, ഞാൻ അങ്ങനെ ഒരു മനപ്രയാസം ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ മറ്റാരും കെയർ ചെയ്തിട്ടില്ലെങ്കിലും കെയർ ചെയ്യുന്ന 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇപ്പം ഞാൻ അങ്ങനെ ഒരാളെ കെയർ ചെയ്യുമോ? ഇപ്പോൾ പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പോലെടുത്ത് പോയിട്ട് ഓരോ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുമോ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ, പോയി സംസാരിക്കണോ, അങ്ങനെ ഞാൻ ചോദിക്കുമോ എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി. എന്നോട് ചോദിച്ചപ്പോൾ എന്നെ രാത്രി വന്ന് ഇങ്ങനെ ചോദിച്ചു പ്രയാസം ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പുറത്തെവിടേക്കെങ്കിലും പോകണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ അപ്പം അങ്ങനെ ചെയ്യൂ, എത്രമാത്രം വലിയൊരു ഔദാര്യം അവൻ ചെയ്യുന്നു എന്നോട്. അപ്പം അങ്ങനെയുള്ള ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ടോ? ടൈമും എഫേർട്ടും ഇതൊക്കെ ഒരാൾക്ക് വേണ്ടി കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഫ്രണ്ട്സുകളുടെ ബാല്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ
അല്ലെങ്കിൽ വാട്സപ്പിൽ എത്ര ചാറ്റ്സും ഫ്രണ്ട്സ് സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഇതിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അറിയാം ഇനി ഫുൾ ഈദ് മുബാറക്ക് അത് ഞാൻ അങ്ങനെ ആലോചിക്കുക, അതായത് ഈദ് മുബാറക്ക് അയക്കുന്ന ആരാ? ഫ്രണ്ട്സ് ആയവരും കുടുംബക്കാരൊക്കെ ആണല്ലോ. പക്ഷെ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി. എനിക്കിപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഓക്കെ ബ്രേസ് യുവർ സെൽഫ്, ഈദ് ഈസ് കമ്മിങ്, ഇനി ഫുള്ള് ഈദ് മുബാറക്കിൻ്റെ ഒരു വരവാണ്. ഇനി ഇത് അതിൻ്റെ ഇടയിൽ നല്ല സാധാ മെസ്സേജുകളും പോലും ഞാൻ വളരെ ഓണസ്റ്റ്ലി സ്പീക്കിങ് ഞാൻ നിങ്ങൾ റിപ്ലൈ കൊടുക്കല്ലേ ഈദ് മുബാറക്ക് മെസ്സേജിന്. അങ്ങനെ മാസായിട്ട് കണ്ട അല്ല അത് മാത്രല്ല, ഒരു ഈദ് മുബാറക്ക് വന്നാൽ പിന്നെ അടുത്ത പെരുന്നാളിന് ഈദ് മുബാറക്ക് വരും. നമുക്ക് ആ ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ചാൽ തെരഞ്ഞു പിടിച്ച് വരുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. വാട്സപ്പിലാണ് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് വരിക. പക്ഷെ ഇതിൽ വേറൊരു സെഗ്മെന്റ് ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുന്ന ആരാന്ന് നമ്മൾ കൃത്യമായിട്ടുള്ളത് ആരാണ്. കാരണം അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ജസ്റ്റ് നമ്മളെ ഫോളോ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്യൂറേറ്റ് ചെയ്യുക, ഇടയ്ക്ക് പരിശോധിച്ച് നോക്കുക ഞാൻ ആരൊക്കെയാണ് ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ കൂട്ടത്തിൽ ആരാ. ഓരെക്കാട്ടും ചിലപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളെ ഫ്രണ്ട്സും നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളും ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മളെങ്ങനെ ഇതാക്കും. കാരണം ഈ ഹദീസ് ഉണ്ടല്ലോ, റസൂൽ പറയുന്നില്ലേ ബ്ലാക്ക് സ്മിത്ത് ഒരു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൂട്ടുകാരുടെ ഉദാഹരണം ഒന്ന് എന്താണ് കസ്തൂരി വിൽക്കുന്നതിൻ്റെയും ഉലയിൽ ഊതുന്നതിൻ്റെയും ഉദാഹരണം പോലെയാണ്. വെച്ചാൽ കസ്തൂരി വിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അയാളുടെ അടുത്ത് കൂടെ നിൽക്കുമ്പോൾ അയാളുടെ സുഗന്ധം നമുക്ക് കിട്ടും. അയാൾ ഒന്നെങ്കിലും മസ്ക് നമുക്ക് എന്താണ് കസ്തൂരി തരും, അല്ലെങ്കിൽ മിനിമം സ്മെല്ലെങ്കിലും നമുക്ക് കിട്ടും കൂടെ നടക്കുമ്പോൾ. ഇനി ഉലയിൽ ഊതുന്നതിനാണെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ ഈ ആലയിൽ പണിയെടുക്കുന്ന ഇതൊക്കെ ഉണ്ടാവില്ല, ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയും. അപ്പോൾ ആള് കരി വേണ്ടിട്ടാ മേത്തൊക്കെ കരിയാവും, ചിലപ്പോൾ അതിൽ നിന്നുള്ള തീ പാറിയിട്ട് നമ്മളെ വസ്ത്രം കരിഞ്ഞു പോവും. അപ്പോൾ എന്താ അയാളുടെ ചീത്ത സുഹൃത്തിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് സ്വഭാവങ്ങൾ ഇപ്പോൾ എന്താണ് അൽമർ അല ദീനി ഖലീലിഹി എന്ന് പറയുന്ന അത് തന്നെയാണ്. ബാക്കിയുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ആരെയാണോ നിങ്ങളെ ഫ്രണ്ട് ആക്കുന്നത് അത് സൂക്ഷിക്കുക എന്നും ഹദീസിന്റെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഹദീസുകൾ വളരെ കോറായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ 3 ആളുകൾ കൂടിയിരിക്കുമ്പോൾ 2 ആളുകൾ വേറൊരു സാധനം സംസാരിക്കരുത്, അങ്ങനെയുള്ള ഹദീസുകൾ ഉണ്ടല്ലോ. അതേപോലെ തന്നെ അത് പിറകിൽ നിന്ന് കുത്തുന്ന സമയമായിട്ടുള്ള ബാക്ക് ബൈറ്റിംഗ്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപാട് നമ്മൾ സാധാ സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ശ്രദ്ധിക്കും. പക്ഷെ വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത സാധനമാണ്. നമ്മളെ ഇതൊക്കെ ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.